നിനക്ക് പരസ്പരം കൊല്ലിച്ച് നടക്കുന്നത് പരസ്പരം കൊല്ലിച്ച് നടന്നിട്ട് ബി ജെ പിനെ കൊല്ലിക്കണു. ബി ജെ പി ഫ്രണ്ട്സിനെ കൊല്ലിക്കണു. എന്നിട്ട് അതാണ് ഇതിൻ്റെ പിടിച്ച് നിൽക്കൽ അല്ലേ? ഡ്രഗ് അടിച്ച് നടക്കുന്ന ദൈവങ്ങളെയും തമ്മിൽ കൊല്ലിപ്പിച്ചിട്ട് കുറേ മുസ്ലിം മാമക്കോയ ബി ജെ പിയുടെ മൂടും താങ്ങി നടക്കണവർ കോൺഗ്രസിനെ കൊല്ലണു. സി പി ഐയുടെ ഉള്ള ഫ്രണ്ട്സിനെ കൊന്നിട്ട് ഈർഷ്യ, വൈരാഗ്യം, നാണം, കുറ്റബോധമൊക്കെ വെച്ച് നടന്നിട്ട് അവർക്ക് തലയ്ക്ക് സുഖമില്ലാണ്ടാകുമ്പോൾ അവർ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് വരെ ഡ്രഗ് അടിച്ച് നടക്കണവർ, പേഷ്യൻസ് ഡ്രഗ് അടിച്ച് നടക്കണവർ, ഇവരൊന്നും ഈ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് കുറേ കന്നഡയും കുറേ കൃത്രിമം കാണിച്ച് നടക്കണം. ഒരു 40 വയസ്സായാലും 38 വയസ്സായാലും കിട്ടേണ്ട നേരത്തെ അവർ കിട്ടും. കുറേ കോപനും മാമുക്കോയും പെട്ടത്തലമായി നടക്കണല്ലേ. 90-95 വയസ്സിൽ ജീവിക്കാൻ പോകുന്നില്ലേ. കൃത്രിമം പ്രത്യേകിച്ച് കാണിച്ച് നടക്കണവരും നാച്ചുറലിനെ മറന്നിട്ട് കുറ്റം പറഞ്ഞ് നടക്കണവരും ഡബിൾ മീനിങ് ഒക്കെ പറഞ്ഞ് നടക്കണവരും എല്ലാവരും കൂടെ ഹിന്ദി ആയിട്ട് എനിക്കൊരു ബന്ധമില്ല. മനസ്സിലായ? അതിന് നിങ്ങൾക്കാണ് മലയാളികളായിട്ട് നിങ്ങൾക്കാണ് നാണക്കേട്. നോക്കത്തേക്ക് സംസാരിക്കാണ്ട് ഞാൻ മലയാളി പാരൻസ് ഉണ്ടായത് അല്ലേ? മാമുക്കോയും എല്ലാവരുടെ കൂടെ ബി ജെ പി തമ്മിൽ കൊല്ലിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരാണ് നിങ്ങളെ പിടിച്ച് നിൽക്കരുത് അല്ലേ? അവർക്കൊക്കെ എല്ലാത്തിനും വഴിയെ കിട്ടുമ്പോൾ കൃത്രിമം കാണിച്ച് നടക്കണവരും ഡ്രഗ് അടിച്ച് നടന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഈ ആ മെറ്റലിസ്റ്റിക് ബോധമില്ലാണ്ട് വെളിവില്ലാണ്ട് നടക്കണവർ, തലയ്ക്കും മുഖത്തിനും വെളിവില്ലാണ്ട് ഡ്രഗ് അടിച്ച് പറയിപ്പിച്ചാൽ മാത്രം പറയിപ്പിക്കും. ഇങ്ങനെയുള്ള വൃത്തികെട്ട അവാർഡുകളും ജീവനില്ലാത്ത അവാർഡുകളും മേടിച്ച് നടക്കണവർ ജീവനില്ലാത്ത മണ്ട ഡയലോഗ് അടിച്ചിട്ട് ജീവനില്ല അവർ പറയണതിന് ആരും എന്തോ പറയിപ്പിച്ചു അപ്പോൾ പഠിക്കാമെന്ന് പറയാൻ പറ്റില്ല തന്നെ. പറയിപ്പിച്ച് കൃത്രിമം കാണിക്കണവർ എല്ലാത്തിനും വഴിയേ കിട്ടും. ഒരു 3 വർഷത്തിൻ്റെ ഉള്ളിൽ 78 വയസ്സായവരും പഴകിയവരും ആയിട്ട് എൻ്റെ പ്രൊഫൈൽ കൊണ്ട് വെച്ചാൽ അവർക്ക് എന്തിട്ട് സാമ്യതയുള്ളത്? അപ്പോൾ ഈ കൃത്രിമം കാണിച്ച് നടക്കണവരും ഡ്രഗ് അടിച്ച് പിടിച്ച് നടന്നിട്ട് ദൈവങ്ങളാണ് പറഞ്ഞ് നടക്കണവരും തമ്മിൽ കൊല്ലിച്ചിട്ട് അത് പിടിച്ച് നിൽക്കലും ആൾക്കാർക്ക് ഇതുള്ളതെന്ന് പറയാണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതും എല്ലാത്തിനും വഴിയേ കിട്ടുമ്പോൾ എല്ലാം കൂടി ഇല്ലാണ്ടാവുമ്പോൾ നീ തൂറണ പോലെ ഇരിക്കും. എന്തെങ്കിലും കാണണം, അത് വഴിയേ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നടക്കും. അയാൾ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ലേ? അവർ ശിഖണ്ഡികളെ അരച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ശിവനെ അരച്ച് തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് നടക്കും. എനിക്ക് ഇത്ര പറഞ്ഞാൽ മതി. എനിക്ക് ഞങ്ങളുടെ പോലെ വിഡ്ഢികളെ പഴകിയവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഡാഡി മമ്മി അനുഷ്ഠിത അവർ ഇല്ല, അവിടെ ലോക്ക് ചെയ്ത് പോയിക്കുക. വയസ്സായവർ അവരോട് സംസാരിക്കുന്ന നല്ലത്. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ. എൻ്റെ പേര് ഹാരിസ് അല്ല, ഡെന്നീസ് എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ വീട്ടിൽ പ്രൂഫ് കൊണ്ടുവയ്ക്കാനായിട്ടുള്ള ബാക്കിയുള്ള ചോദിക്കാൻ വരുമ്പോൾ ഉള്ള കാര്യം കാട് നിങ്ങൾ ആരും വിളിക്കണമെന്ന് ഇവിടെ 4 പേര് വന്നിട്ടുണ്ടായിരുന്നു. 24 വയസ്സ് ആരെ കുറിച്ച് അവർക്ക് തന്നെ അറിയില്ല. മലയാളിയല്ലേ, മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ല. മലയാളി പാരൻസ് ഉണ്ടായ എന്നോട് നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് മലയാളികൾക്കാണ് നാണക്കേട്. നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ്. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നത് പങ്കുവയ്ക്കുന്ന കാര്യം പറയുമ്പോൾ ഇവിടെ 4-5 മൊബൈൽ പോയിട്ട് അത് വീണ്ടെടുക്കാൻ പറ്റാണ്ട് പഴയത് പുതിയത് മേടിക്കേണ്ടി വന്നു. അതിനൊക്കെ ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കാൻ പോകണല്ലോ. അപ്പോൾ ക്യാമറ കണക്ഷൻ ഈ തരണേന്ന് കുഴപ്പം? നിങ്ങൾക്കാണ് ആൾക്കാർ ഇതില്ലാത്തത്. ശ്രദ്ധാകേന്ദ്രം എനിക്കുള്ള വരുമ്പോൾ എനിക്ക് എന്നെയോ നിങ്ങളെയോ ബാക്കിയുള്ളവരുടെ സെക്സ് ചെയ്യുന്ന ഡ്രഗ് അടിച്ച് നോക്കുന്നത് എനിക്ക് ഉള്ളിൽ നോക്കേണ്ട കാര്യമില്ല. എനിക്ക് അല്ലെങ്കിൽ മനസ്സിലാവും. എൻ്റെ വീട്ടുകാരെ കുറിച്ച് അന്യമാരെ കുറിച്ച് എന്നെ കുറിച്ച് ഞാൻ അന്യമ്മയെ പറയാൻ പറ്റില്ല. കൂട്ടുകാരെ കുറിച്ച് ക്ലാസ്മേറ്റ്സിനെ കുറിച്ച് ആരും നീയാണ് വളിവിട്ടത് ഉപയോഗിക്കുന്നത്. അവർക്ക് തന്നെ മനസ്സിലാവും. 9 വർഷം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കണല്ലേ? നിങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വളിവിട്ട ധൈര്യമില്ലാത്ത നിങ്ങളെ ശോഷിച്ച അവസ്ഥ കാരണം വികസിക്കാൻ അറിയാണ്ട് നിങ്ങളുടെ നാവ് നിങ്ങളുടെ ഈ കൃത്രിമം കാണിച്ചിട്ട് നിർജീവമായ ബുദ്ധി ഉണ്ടല്ലോ അരച്ചിട്ട് നിരങ്ങി നീങ്ങിയിട്ട് അത് പറയിപ്പിക്കുകയാണ്. നിങ്ങൾ തന്തയും തള്ളയെന്ന് കുടിച്ചിട്ട് അകർച്ച് നടന്നുണ്ടോ? അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതോ വൃത്തിയുടെ പാട്ടുകൾ എവിടെയോ കേട്ട് നടന്നിട്ട് ഞാൻ ആ പാട്ട് ആ സമയത്ത് കേട്ടിട്ടുണ്ടാവില്ലേ? എന്നിട്ട് അതാണ് നിങ്ങൾ പോലെ ആവണമെന്ന് പറഞ്ഞൊരു ദുഷ്ടാഠ്യം. എനിക്ക് എൻ്റെ തരം ചോദിച്ച കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ എവിടെയാണെന്ന് ചെയ്യാം. എവിടെ തോറ്റാലും നിങ്ങളുടെ കുരുട്ട് ബുദ്ധി കാരണം എന്നെ ഇറങ്ങുന്നതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ? ഡ്രഗ് അടിച്ച് നടന്നിട്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് എൻ്റെ ആ ദൈവങ്ങളെ വൃത്തികെട്ടതിനെ അരച്ച് ബോധമില്ലാണ്ട് കിടന്നിട്ട് ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത് അറിയില്ല. ഞാൻ ഡ്രഗ് അടിച്ച് കൊടുത്തിട്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് അതാണ് അവരുടെ ആൾക്കാർക്ക് ഇതുള്ളതും പിടിച്ച് നിൽക്കുന്നതും അല്ലേ? അതിനൊക്കെ എല്ലാത്തിനും ശരിയാക്കി തരാം. അത് കിട്ടേണ്ട നേരത്ത് കിട്ടുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കിട്ടിയിട്ടുണ്ട്, ഇനി മനസ്സിലായിട്ടില്ല, ഇനിയും മാറാതിരുന്നോളെ. അത് കഴിഞ്ഞ് ഇതൊക്കെ സംസാരത്തിൽ ഒതുക്കുമെന്ന് പറയണേ. ബാക്കി ജോലി നമ്മൾ കുടി ഡ്രഗ് അടിച്ച് നടക്കലും അങ്ങനെ വല്ല ഗുഡ്ക പാർട്ടിയിലൊന്നും ഞങ്ങൾ ഉൾപ്പെടാനല്ലേ. ജസ്റ്റ് എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണമല്ലോ. നമ്മൾ ഇവിടുത്തെ പോലെ അറ്റ്മോസ്ഫിയർ ആയില്ല. ഇവിടെ 30 നിലയാണ് താമസിക്കണം, അവിടെ വല്ല 1.5 നിലയിലാവും താമസിക്കണം. ജസ്റ്റ് റോഡ് സ്ഥലത്ത് ഫുഡ് കഴിക്കുക, കഴിപ്പ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എക്സ്ട്രാ കഴിക്കുക, ജസ്റ്റ് സംസാരത്തിൽ ഒതുങ്ങുക. വേറെ സെക്ഷൽ ടെൻഷൻ ഒന്നെങ്കിൽ സെക്ഷൽ നീഡില്ലല്ലോ. അപ്പോൾ സെക്ഷൽ ടെൻഷൻ അവിടെ ഇരുന്നല്ലേ, സെക്ഷൽ ലിബിഡോ ഉള്ളൂ. ആരും കൂടെ ചെയ്യാമെന്നല്ല, നമുക്ക് നോക്കേണ്ട കാര്യമില്ല, ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ജസ്റ്റ് നമുക്ക് എന്താ സംസാരിക്കാൻ വിചാരിച്ചേ അത് ജസ്റ്റ് സംസാരിച്ച് അത് സംസാരത്തിൽ ഒതുങ്ങും. ഞാൻ ഇപ്പോഴതിനെ കുറിച്ച് മനസ്സിലാക്കി. അവർ പ്ലാൻ ചെയ്യുമ്പോഴേ
നമ്മൾ ആ ഒരു സംസാരത്തിൻ്റെ വാക്കി ടോക്കി അല്ല, വാക്കി ടോക്കി നമ്മൾ റിപ്പീറ്റ് പറഞ്ഞ് 1 2 അത് ഏത് സെലക്ട് ചെയ്ത് 2 ആഴ്ചകളിൽ മനസ്സിലാവും, ഏതോ എപ്പോഴും പെട്ടെന്ന് എടുക്കാനുള്ള മനസ്സിലാവുന്നെങ്കിൽ കുഴപ്പമില്ല. അവർ പറയണ ഇംഗ്ലീഷ് നമ്മുടെ തലയിൽ കയറണ്ട. ഇവിടുത്തെ കാര്യം ഇവിടെ വിട്ടു പോകും. ഇവിടുത്തെ കാര്യം അവിടെ പോകുമ്പോൾ ഒരു കൊച്ചിയിൽ 4 മാസം എക്സ്പോർട്ട് പണ്ട് 4 മാസം ഇവിടുത്തെ കൊച്ചി വെള്ളം 4 മാസം 5 മാസം കൊച്ചിയിലും പിന്നെ 12 മാസം 9 മാസം 12 മാസം 21 മാസം ഞങ്ങൾ 1.25 മാസം ഉണ്ട്. 1.45 4 + 5 6 7 8 9 1.9 ബാക്കി 10 11 12 12 മാസം. അപ്പോൾ 2 വർഷത്തിന് മുമ്പ് 1.25 വർഷം മുമ്പ് കഴിഞ്ഞ് വരാണെങ്കിലും ഏത് മാസമാണെങ്കിലും അത് ജസ്റ്റ് സംസാരത്തിൽ ഒതുക്കുന്ന പറയണേ. അതൊരു പ്ലാൻ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും, എങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ അറ്റ്മോസ്ഫിയർ. പുതിയ ടൈപ്പ് ഡ്രസ്സുകളായിരിക്കും ഞാൻ ഇട്ട് പോകുന്നത്. ഇവിടുന്ന് മറ്റേ എന്നിട്ടതിൻ്റെ പേര് വാൾമാർട്ടാ, എന്നിട്ടാ അതിൻ്റെ പേര് ഒരു ഡ്രസ്സ് കടയില്ലേ, അവിടെ നിന്നിട്ട് ഇങ്ങനത്തെ ഫോറിൻ അങ്ങനത്തെ നമുക്ക് ഒതുങ്ങണ ടൈപ്പ് ഡ്രസ്സുകളല്ലോ, തണുപ്പിന് ഇഷ്ടം ടൈപ്പ് അല്ല, എന്തെങ്കിലും ഈ നൈലോൺ എന്തെങ്കിലും ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് സെലക്ട് ചെയ്ത് പോകുമ്പോൾ കളർഫുൾ ഡൈസൊക്കെ കൊണ്ടുപോകുമ്പോൾ 10 യൂറോന് അറ്റ്മോസ്ഫിയർ മാറ്റമാണ് അവിടെ, ഡേ ലൈറ്റ് ടൈം ഷിഫ്റ്റും. അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യണല്ലേ, എന്നാലും പറയാം. അപ്ലോഡ് ചെയ്യണില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടി ചെയ്യാം. നമ്മൾ എന്തൊക്കെ നമുക്ക് മുഖമൊന്നും കാണണില്ല. എൻ്റെ മുഖം തന്നെ എനിക്ക് തിരിച്ചറിയണല്ലേ മുടി കെട്ടിയിട്ട്, എൻ്റെ മുഖം എനിക്ക് തിരിച്ചറിയണല്ലേ മുടി കെട്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള മുഖം നമുക്ക് എവിടെയാണ് പിന്നെ കണ്ടിട്ടേ മനസ്സിലാവുള്ളൂ ആരെന്താന്ന്. അപ്പം അതിലൊന്നും നടക്കണല്ലേ, സംസാരത്തിൽ ഒതുങ്ങും. ജസ്റ്റ് എന്താ കഴിക്കേണ്ടത്, എന്താ ഉണ്ടാക്കണം, എന്താ ചെയ്യേണ്ടത്, സമയത്തിന് കഴിക്കണം, എന്നിട്ട് വണ്ടി കയറണ മുമ്പ് അങ്ങനത്തെ കാര്യങ്ങളും പെട്ടെന്ന് കുളി തീരണം 2 മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലേ. 1 മണിക്കൂർ കുളിക്കാൻ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും പ്രശ്നം, ജോലിക്ക് സമയത്തിന് എത്തൂല. അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ വേഗം കുളി തീർക്കണം. എല്ലാ ദിവസവും കുളിക്കണമല്ലോ, പോകുമ്പോഴും വരുമ്പോഴും. അപ്പോൾ അതൊക്കെ ക്യാൻറ്റീനിൽ എന്താ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പ്ലാൻ ചെയ്യുമ്പോൾ അതിനുള്ളത് വരണം. നമുക്ക് ഈ തീറ്റ കൊതി ഏഷ്യുടെ കാര്യം, തീറ്റ കൊതിനല്ല ഏഷ്യ. അപ്പോൾ അത് ഞാൻ ഉറങ്ങിയില്ല, പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനിരുന്നതന്നെ. അപ്പോൾ അങ്ങനെയല്ല, അപ്പം നമുക്ക് മതിയാവോളം കഴിച്ചാൽ അത്ര മതിയെങ്കിൽ പിന്നെ വേറെ നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല. 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് 2 ദിവസം ലീവ് കിട്ടുമ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ പോലും ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് എന്തെങ്കിലും നിങ്ങൾ തന്നേ തള്ളി ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നു. അപ്പോൾ നിങ്ങളും അതുപോലെയാണ്. നിങ്ങൾ വേറെ പാട്ടുകളായിരിക്കും കേൾക്കണേ, ഏക് ദോ തീൻ അങ്ങനെ എന്തെങ്കിലും അല്ലേ. പക്ഷെ ഞാൻ ആ പാട്ട് കേൾക്കണേ ഇല്ല. ഞാൻ കേൾക്കുന്നത് ചോക്ലേറ്റ് 9 ജ്യൂസ് ഐസ്ക്രീം ടഫിയ, അതൊക്കെ 1984 കഴിഞ്ഞ് വരുന്നതാണ്. 1984 1983 ഞാൻ കാണാൻ വിചാരിക്കാത്ത സോങ് ഞാനന്ന് കേട്ടിട്ടുകൂടിയില്ല. ആ സിനിമേനെ കുറിച്ച് എനിക്കൊരു വിവരവും ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ തന്തി എന്തോ അതിൽ വിവരമുണ്ട്. നിങ്ങളുടെ തന്തിയും തള്ളേ ആ സമയത്ത് വല്ല സമയത്ത് എൻ്റെ ഡാഡി മമ്മി 1984 1983 4 കയറി ജോലിക്ക്. ചിലപ്പോൾ നിങ്ങളുടെ തന്തി തള്ളയും 1988 ചിലപ്പോൾ ജോലിക്ക് കയറുണ്ടാവുള്ളൂ, അത് 1989 1990. അപ്പോൾ നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ തന്തിയും തള്ളയും ചിലപ്പോൾ ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ തന്നി തള്ളി അന്ന് വല്ല ഡ്രഗ് അടിച്ച് കുടിച്ച് ആ സമയത്ത് നടന്നതിൻ്റെ സമയത്ത് പിടിച്ച് നിൽക്കണതിൻ്റെ തെറ്റിദ്ധാരണ നിങ്ങൾ സമയത്ത് ആ പാട്ടുമല്ല നിങ്ങൾ വീട്ടിൽ പാടി നടക്കണ്ടാവും നിങ്ങളുടെ തന്തി തള്ളയും. പക്ഷേ എൻ്റെ വീട്ടിൽ ആ പാട്ട് പാടണല്ലേ, പിന്നെ എങ്ങനെ എനിക്ക് ആ പാട്ടോട് ഇഷ്ടം തോന്നും? ആ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിനോട് യോജിച്ച് വർത്താനം പറയാൻ തോന്നും. നിങ്ങൾ തന്തി തള്ളി നിങ്ങൾ കുടിച്ചിട്ട് കളിച്ച് പരീക്ഷ 96 മാർക്ക് കിട്ടി, എനിക്ക് 52 മാർക്ക് കിട്ടി. നമുക്ക് കുടിച്ചിട്ട് കളിച്ച് നടക്കാൻ ഈ പാട്ട് കേൾക്കണം പോലെ മൂളണ പോലെയല്ല എനിക്ക്. ഞാൻ ആ പാട്ട് മൂളണേ ഇല്ല. ഞാൻ സമയത്ത് പാട്ട് മൂളുന്നത് ഏതാണ്? ഞാൻ സമയത്ത് പാട്ട് പാടുന്നത് ഇതാണ്. റേഡിയോയിൽ ഫിലിപ്സിൽ വെച്ച കാസറ്റ് വെച്ച അന്ന് പഴയ കാസറ്റാണല്ലോ, അത് വെച്ച് ആ പാട്ടാണ് ഞാൻ ഓർക്കുന്നത്. ഏത് ഇത് ഇസ് ദുനിയാ മേ പ്രേം രംഗ് കേസ്താ ഗയാ തേരാ ഇസ് ദുനിയാ മേ അങ്ങനെ എന്തോ ഒരു ഗ്രൗണ്ടിൽ എല്ലാവരും കൂടി കളർഫുൾ ഡ്രസ്സ് ഇട്ടിട്ട് കളിക്കണ ഒരു ഡഫിലിവാലയല്ല, ഇതൊരു പാട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന വേറെ എന്തോ, ഞാൻ വിചാരിക്കുന്നത് വേറെ എന്തോ. അപ്പോൾ ആ രീതിയിൽ പോകുമ്പോഴാണ് പുരോഗമനം ഇല്ലാത്തത്, നിലനിൽപ്പില്ലാത്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുമ്പോൾ ആ രീതിയിൽ പോണ രീതിയാണ് വരുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുമ്പോഴും 9 മാസം കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഇവിടുത്തെ കാര്യം ഇവിടെ വിട്ടിട്ട് പോണേ. ഇവിടുത്തെ കാര്യം എനിക്ക് ഒരു ഓർമ്മയുണ്ടാവില്ലേ. അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെയായിരുന്നു.
4-5 മാസം കഴിഞ്ഞോ 12 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അവിടുത്തെ കാര്യം അവിടെ വിട്ടു. പിന്നെ പതുക്കെ പതുക്കെ എനിക്ക് അവിടുന്ന് വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ വരുമ്പോൾ ഇവിടുത്തെ കാര്യം എനിക്ക് അങ്ങനെ ആ രീതിയിലേക്ക് ഓർക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ വേറൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വേറൊരു അറ്റ്മോസ്ഫിയർ അല്ല അത്. വേറെ ടൈപ്പിലുള്ള ആൾക്കാരെ കാണുന്നു. പിന്നെ ഇങ്ങോട്ട് വരണു. ഇവിടെ വരുമ്പോൾ ആകെ വ്യത്യാസം. ഒരു 1.25 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 9 മാസം കഴിഞ്ഞ് 1.5 വർഷം 1.25 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ കാര്യം വിട്ടു, ഇവിടുത്തെ കാര്യം വിട്ടു. അപ്പോൾ ആകെ ഒരു അങ്ങനെ വേറെ രീതിയിലായിരിക്കും ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. വേറെ രീതിയിലൊരു അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വേറെ രീതിയിലല്ലേ, അവിടുത്തെ അറ്റ്മോസ്ഫിയർ വ്യത്യാസമുണ്ട്, തണുപ്പും അതൊക്കെ കൊണ്ടിട്ട് വേറെ സ്ഥലത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഫേക്ക് അല്ലെങ്കിൽ പോവാണെങ്കിൽ അപ്പം മനസ്സിലാക്കാൻ പഠിക്കുക എന്താ ഇവിടെയൊക്കെ വിവേചനം. ഇത് ഇത് തമിഴ്നാടാണോ അതോ ഇത് ആന്ധ്രയാണോ? ഇതെൻ്റെ സ്ഥലമല്ലേ തൃശ്ശൂർ, മലയാളി പാനസ് ഉണ്ടായത്. അപ്പം നിങ്ങൾ എൻ്റെ മുഖത്ത് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ മലയാളികൾക്കല്ലേ നാണക്കേട്. കാട് പണിയും തരും ബന്ധമില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും പറയാനുള്ളത് പറയുമ്പോൾ ഇപ്പോഴത്തെ പൊടിമഴയാണ് ഇപ്പോഴത്തെ റെയിനി സീസൺ ഒരു റെയിനി സീസണും അല്ല. എന്താ ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യം പറയുമ്പോൾ ജേണലാകുമ്പോൾ 5 മെയ് 2024 ജൂൺ ജൂലൈയിലൊക്കെ പെയ്ത് വയനാട് വന്ന പോലെ അത്ര മഴയില്ല. മൂട്ടിന്ന് പോകാൻ ജ്യൂസൊക്കെ തെറിച്ച് താഴേക്ക് വീണ് വാട്ട് ആർ യു ഗിവിങ് സാലറി എന്ന് പറഞ്ഞ് അങ്ങനെയാവോ എന്തോ. ഫോർ വാട്ട് ആർ വി ഗിവിങ് സാലറി ജ്യൂസൊക്കെ തുറന്നത് താഴേക്ക് വീണാലേ എന്തെങ്കിലും ഒരു പാർട്ടികൾ എന്തെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ ഫുൾ ജ്യൂസ് താഴെ സ്പ്ലിറ്റായി കഴിഞ്ഞാൽ ഞാൻ തുടയ്ക്കാൻ ആളെ വിളിക്കേണ്ടി വരും. അതോടെ എൻ്റെ ജോലി പോകുന്നതാണ്. അത് കഴിഞ്ഞ് അങ്ങനത്തെ അല്ല. അപ്പോൾ അങ്ങനെ ഫേക്ക് അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് പറയാം.